ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അന്ന് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയല്ലോ, റവേന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ വേണം, അതുപോലെ തന്നെ ഉള്ളി, അത് ഇഞ്ചി വേണം, മല്ലിച്ചപ്പ്, പിന്നെ പച്ചമുളക് വേണം, കറിവേപ്പിൻ്റെ ഇല വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ആദ്യം നമ്മൾ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എണ്ണയൊന്നും പാരാതെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തേങ്ങയാണ് കേട്ടോ വറുക്കണത്. റവയും വറുത്ത റവേനെ കേട്ടോ നമുക്കിതൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളത് നല്ലോണം വറുത്തെടുത്തിട്ട് ആ ഒരു രീതിയിൽ വേറെ ആയിട്ട് തേങ്ങ ഇങ്ങനെ നിൽക്കണം. അതുപോലെ വറുത്തെടുത്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം പാർന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വറുത്ത റവ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വെള്ളം നിൽക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത്രേ വെള്ളം എടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് അത് വറ്റിക്കുകയാണ് ചെയ്യേണ്ടത്. ഉപ്മാവ് വറ്റിച്ച് കഴിഞ്ഞാൽ ഉപ്മാവ് എങ്ങനെ ഉണ്ടാവും അതുപോലെ വറ്റിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വറ്റിയതിന് ശേഷം നമ്മൾ ആ പൊടിച്ച, അതായത് വറുത്ത തേങ്ങയും പിന്നെ വെല്ലുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ചൂട് കൊടുക്കാൻ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇടുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഈ ചൂട് കൊടുക്കാൻ തന്നെ മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റവ പെട്ടെന്ന് കട്ടയായി പോകുമല്ലോ. അതുകൊണ്ട് അത് മിക്സ് ചെയ്താലുള്ള അതിലേക്ക് എല്ലാതും ചെല്ലുക. പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇപ്പോൾ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ കാണിക്കാനും മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പിടാതിരിക്കരുത്. ചൂട് കൊടുക്കാൻ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അത് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു സോഫ്റ്റ് വരുന്നവരെ അത് ചൂട് കൊടുക്കാൻ തന്നെ ചെയ്യാം. ഒക്കെ ചൂട് കൊടുക്കാൻ ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ആ എല്ലാതും ഇതിലേക്ക് പിടിക്കുക. ഒരു ടേസ്റ്റ്, ഇഞ്ചിടി അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഒക്കെ എല്ലായിടത്തും ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കാം. ഞങ്ങൾ വട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനൊരു ഉഴുന്നുവടയുടെ ഷേപ്പ് ആക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ഇഷ്ടത്തിലാണ്, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം, വട്ടുപത്തിരിയുടെ രൂപത്തിൽ പരത്തിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഇങ്ങനെ വട പോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വട പോലെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് ആദ്യം ഫുള്ള് ഇതിലിട്ടിട്ട് നന്നായിട്ട് അന്നൊന്ന് ബ്രൗൺ ആയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് കുറേശ്ശെ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഉള്ളു വെന്ത് കിട്ടൂല. നമുക്ക് റവയാണല്ലോ, അപ്പോൾ എത്ര വെന്തതാണെങ്കിലും അതിനൊരു ക്രിസ്പി ഉണ്ടാവില്ല. നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ പുറം പൊലി മാത്രമേ ഉള്ളൂ നല്ല മുരിമുരേനുണ്ടാവുക. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളു ശരിക്കൊരു ഉപ്മാവ് കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും തോനെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമ്മ പൊടി നനച്ചിട്ടുണ്ടായിരുന്നത് റവയായിരുന്നു. അതുകൊണ്ടാട്ടോ നമുക്കിത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വെറുതെ ആഡംബരങ്ങളൊന്നും കാട്ടിയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര പരിപാടിയുള്ളൂ കേട്ടോ അത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.